നല്ല നമസ്കാരം. ഡോളി റെഡ് ബ്ലാക്ക് ഹാർട്സ് സംവിധാനം ചെയ്ത എനിക്ക് തോന്നുന്നത് ഈ കാലഘട്ടത്തിൽ ഇറങ്ങിയിട്ടുള്ള ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ള ഹൊറർ മൂവിയാണ്. ഒറ്റവാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓൾഡ് സ്ലാഷർ സിനിമകളിലെ ഒരു ന്യൂജൻ ബാലൻസ് ചേർത്തിട്ടുള്ള ഒരു ഗംഭീരമായിട്ടുള്ള ഒരു ഹൊറർ സിനിമയായിട്ടാണ് എനിക്ക് ഡോളി ഫീൽ ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ മെയിൻ പ്ലോട്ട് എന്ന് പറയുന്നത് മേഴ്സിയും ചേസും ഈ ദമ്പതികൾ ഒരു മലകയറ്റ യാത്രയിൽ നിന്നാണ് സിനിമ തുടങ്ങുന്നത്. അവരുടെ ബന്ധത്തിനിടയിൽ കുറേ അസ്വാരസ്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ പരിഹരിക്കുന്നതിനും ഒരു വിവാഹ അഭ്യർത്ഥന നടത്തുന്നതിനുമാണ് അവർ ആ കാർഡ് തിരഞ്ഞെടുക്കുന്നത്. എന്നാൽ അവിടെ അവർ വില്ലനായിട്ടുള്ള ഡോളിയെ കണ്ടുമുട്ടുന്നതോടുകൂടിയാണ് കാര്യങ്ങൾ മൊത്തത്തിൽ മാറി മറിയുകയാണ്. ഡോളിയുടെ അമ്മയുടെ മരണശേഷം തന്നെ ഒരു കുഞ്ഞിനെ പോലെ സംരക്ഷിക്കാൻ ഒരാളെ തേടി നടക്കുകയാണ് ഡോളിയുടെ ക്രൂരമായിട്ടുള്ള ആ ഒരു തടവറയിൽ മേഴ്സി അകപ്പെടുകയാണ്. മേഴ്സി അകപ്പെടുന്നതുകൂടി അവിടെ നിന്നും അവർ രക്ഷപ്പെടാൻ വേണ്ടി മേഴ്സിയുടെ ബോയ് ഫ്രണ്ടും കൂടി രക്ഷപ്പെടാനുള്ള ഒരു ശ്രമം നടത്തുകയാണ്. അതാണ് സിനിമയുടെ പ്ലോട്ട് എന്ന് പറയുന്നത്. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഈ സിനിമയുടെ ഏറ്റവും വലിയ ഒരു പോസിറ്റീവ് എന്ന് പറയുന്നത് 70s നൊസ്റ്റു വിഷ്വൽ ശൈലിയാണ്. എനിക്ക് തോന്നുന്നത് ഇത് 16mm ഈ സിനിമയുടെ വലിയൊരു പോസിറ്റീവ് അത് തന്നെയാണ്. ആധുനിക കാലഘട്ടത്തിൽ ഡിജിറ്റൽ യുഗത്തിൽ ഒരുപക്ഷെ ഈ സിനിമ ചിത്രീകരിക്കുമ്പോൾ ഡോളി എന്ന് പറയുന്ന സിനിമ 60mm ഫിലിമിൽ ചിത്രീകരിക്കുമ്പോൾ ആ ഒരു നൊസ്റ്റു ഫീല് ഗംഭീരമായിട്ട് കിട്ടുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ സിനിമയ്ക്ക് ഒരു പഴയ ഒരു ഗ്രാൻഡ് ഹൗസ് ആ ഒരു ഫീല് പലയിടത്തും നൽകുന്നുണ്ട്. ഒരു വിഷ്വൽ ആ ഒരു ഉപയോഗിച്ചിരിക്കുന്ന രീതി, അതിൻ്റെ കളറിങ്, അതിൻ്റെ ഹൊറർ ക്ലാസിക്കുകളെ പണ്ടത്തെ ആ ഒരു സാധനങ്ങൾ ഓർമ്മപ്പെടുത്തുന്ന രീതിയിലാണ് ഇതിൻ്റെ ഒരു മേക്കിംഗ് സ്റ്റൈല്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഒരു ലുക്ക് ഉണ്ടല്ലോ, ഗ്രിറ്റി ലുക്ക്, കഥ നടക്കുന്ന ആ ഒരു ഭീകരത വർദ്ധിപ്പിക്കാൻ വേണ്ടി സഹായിക്കുന്ന ഒരു ഹൊറർ എന്നതിനപ്പുറം ഒരു കാടിനകത്തുള്ള ഒരു നിഗൂഢത നൽകുന്നതിന് വിഷ്വൽസിന് വളരെയധികം ഗംഭീരമായിട്ട് സാധിച്ചു എന്ന് തന്നെ പറയാം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മലയാള സിനിമയിലെ എക്കോ സിനിമയിൽ നൽകുന്ന ഒരു വിഷ്വൽ ഇതുണ്ടല്ലോ, ഗംഭീരമായിട്ടുള്ളൊരു ഫീൽ ഉണ്ടല്ലോ, അത് ഈ സിനിമയിൽ ഉണ്ട്. അതോടൊപ്പം തന്നെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരുപാട് സിനിമകളിൽ നമ്മൾ ഒരുപാട് ബ്ലഡ് ഇത് ചെയ്യുന്ന സാധനങ്ങൾ സി ജി ഉപയോഗിച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഡോളിയിലുണ്ടല്ലോ ഒരു പ്രാക്ടിക്കൽ എഫക്റ്റിന് കൂടുതൽ മുൻഗണന കൊടുക്കുന്നത്, റിയലിസ്റ്റിക് ആയിട്ടുള്ള കുറേ സാധനങ്ങൾ, ഒരുപാട് മുറിവുകൾ, അതോടൊപ്പം തന്നെ അസ്ഥികൾ പൊട്ടി തകരുന്നത്, അങ്ങനെയുള്ള ഒരുപാട് റിയലിസ്റ്റിക് ആയിട്ടുള്ള കുറേ രംഗങ്ങൾ ഇതിനകത്തുണ്ട്. വില്ലൻ തൻ്റെ ഇരകളെ പീഡിപ്പിക്കുന്ന രംഗങ്ങളിൽ ഉപയോഗിച്ചിരിക്കുന്ന ഒരു മേക്കപ്പ് വളരെ ഗംഭീരം, കിടിലം. CGI ഉപയോഗിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ ഈ രംഗങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റിയലിസ്റ്റിക് ആയിട്ട് നമ്മളിൽ ഒരു ഭയം ജനിപ്പിക്കാൻ സഹായിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഒരു ഹൊറർ സിനിമകളിൽ നമ്മൾ കണ്ടുവരുന്ന വില്ലന്മാർക്ക് വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ, ഡോളി എന്ന് പറയുന്ന വില്ലൻ കഥാപാത്രം ആ കാര്യത്തിൽ സക്സസ് ആണ്. അതോടൊപ്പം തന്നെ ഒരു പേഴ്സണൽ ഒരു പാവയുടെ തലധരിച്ച വില്ലൻ സംസാരിക്കുന്നില്ല ഒരിക്കലും. ഒരു കൊച്ചുകുട്ടിയുടെ ഒരു കരയുന്ന ഒരു ശബ്ദമാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അതൊരു ഗംഭീരമായിട്ടുള്ളൊരു ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു ഇതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അതോടൊപ്പം തന്നെ ഇതിൻ്റെ പ്രകടനങ്ങൾ നോക്കുമ്പോൾ വില്ലനായി അഭിനയിച്ചിട്ട് നമ്മുടെ മാസ്ക് ധരിച്ചിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയത്തില്ല, കിടിലം. ഒട്ടും സംഭാഷണങ്ങൾ ഇല്ലാത്തതുകൊണ്ട് തന്നെ കുറേ നിൽപ്പിൽ തലയാട്ടലിൽ കൂടെയൊക്കെ ഒരു ഭീകരത സൃഷ്ടിക്കാൻ വേണ്ടി ആ കഥാപാത്രത്തിന് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നോക്കുമ്പോൾ ഷോൺ വില്യം സ്കോട്ടാണ് ഇതിൻ്റെ മെയിൻ ഇത് ചെയ്തിരിക്കുന്നത്. കോമഡി മാത്രമാണ് അദ്ദേഹം മുമ്പ് ചെയ്തിട്ടുള്ളത്. പക്ഷേ അദ്ദേഹം ഈ സിനിമയിൽ വളരെ സീരിയസ് ആയിട്ട് തന്നെ ഒരു ഗംഭീരമായിട്ടുള്ള ഒരു തന്മയത്വത്തോടുകൂടി തന്നെ അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ അവതരിപ്പിച്ചു. ഒരു ഹൊറർ സിനിമയ്ക്ക് അദ്ദേഹത്തിനെ കാണാൻ സാധിക്കുക എന്ന് പറയുന്നത് എന്നെ ഒരു വലിയൊരു പോസിറ്റീവായിട്ട് എനിക്ക് തോന്നി. പിന്നെ ഫാബിയോ തെറോസ് ഇതിൻ്റെ നായികയാണ്. മേഴ്സിയുടെ ആ ഒരു മാനസികമായിട്ടുള്ള ഒരു സംഘർഷങ്ങളും വേദനയും ഭയവും ഒക്കെ ഫാബിയോ മനോഹരമായിട്ട് തന്നെ സ്ക്രീനിലെത്തിച്ചു. പിന്നെ ഇതിൻ്റെ ഒരു ക്യൂനായിട്ട് എനിക്ക് പലയിടത്തും പുള്ളിക്കാരിയുടെ പ്രസൻസ് ഇഷ്ടപ്പെട്ടു. അതോടൊപ്പം തന്നെ ഈ സിനിമയുടെ പേസിങ്, റണ്ണിങ്, ഒരു കൊച്ചു സിനിമ, ഒരു മണിക്കൂർ 20 മിനിറ്റ് എന്താണെന്ന് തോന്നുന്നു, 82 മിനിറ്റ് എന്തോ, 85 90 മിനിറ്റിന് താഴെ ഉള്ളൂ ആ സിനിമ.
അതുകൊണ്ട് തന്നെ തുടക്കം മുതൽ അവസാനം വരെ വളരെ ഒരു ഒരു ക്യൂരിയോസിറ്റി നിലനിർത്താൻ ഇതിന് സാധിച്ചിട്ടുണ്ട്. പിന്നെ വളരെ ഒട്ടും സങ്കീർണമല്ലാത്ത ഒരു കഥയാണ്. ഒരുപാട് ഉപകഥകളോ അങ്ങനെയൊന്നും ഇല്ലാതെ വളരെ പെട്ടെന്ന് സർവൈവായിട്ട് ഉള്ള രീതിയിൽ കഥ വളരെ അതിന് മാത്രം ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്നതുകൊണ്ട് വളരെ ഫാസ്റ്റിംഗ് ആയിട്ടാണ് സിനിമ പോയത്. പിന്നെ ഇതിൻ്റെ നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയത് ഇതിൻ്റെ കഥാപാത്രങ്ങൾക്ക് ഉള്ള ഒരു സാധനമുണ്ടല്ലോ. ഏറ്റവും കൂടുതൽ എനിക്ക് ഇതിൻ്റെ നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് മെഴ്സിയുടെ പെരുമാറ്റത്തെക്കുറിച്ചാണ്. ഉണ്ടല്ലോ ഒരുപാട് അവസരം നായിക്കുണ്ടായിട്ടും പലതവണ അവൾക്ക് രക്ഷപ്പെടാൻ സാധിച്ചിട്ടും അവൾ അത് ഉപയോഗിക്കുന്നില്ല. ആ ഒരു ഗ്ലാസ് പൊട്ടിച്ചിട്ട് പുറത്തേക്ക് പോകാൻ പറ്റും, പക്ഷേ അത് പൊട്ടിക്കാൻ വേണ്ടി എടുക്കുന്ന ഒരു ദൈർഘ്യം 10-45 മിനിറ്റ് സമയം അതിനുവേണ്ടി മാത്രം കളയുകയാണ്. പിന്നെ വില്ലനെ തളയ്ക്കാനോ ആയുധം എടുക്കാനോ ഉള്ള അവസരങ്ങൾ ലഭിക്കുമ്പോഴും നായിക അനാവശ്യമായിട്ട് ഇങ്ങനെ ചിന്തിച്ചിരിക്കുകയാണ് എന്താ ചെയ്യേണ്ടതെന്ന്. എന്നാ ചെയ്യുന്നത് ഫാസ്റ്റായിട്ട് ചെയ്യണേ പുള്ളി, വളരെ സ്ലോ ആയിട്ടാണ് ചെയ്യുന്നത്. അത് നമുക്ക് എടുത്ത് എന്തെങ്കിലും ചെയ്യടി എന്ന് നമുക്ക് തോന്നുന്ന രീതിയിൽ ആണ് പറയുന്നത്. നമുക്ക് അത് ആ ഒരു കഥാപാത്രത്തോട് സഹതാപമല്ല, ദേഷ്യം വരികയാണ് ചില സമയങ്ങളിൽ. പിന്നെ ഇതിൻ്റെ ഒരു ആവർത്തനം, സിനിമയുടെ ദൈർഘ്യം കുറവാണ്, ഓക്കെ, 10-82-90 മിനിറ്റേ ഉള്ളൂ. പക്ഷേ ആ കഥയിൽ ആവർത്തനം പുതുമയില്ല, അങ്ങനെ ഒരു ചില സാധനങ്ങളുണ്ട്. പിന്നെ ഒരുപാട് വലിച്ചു നീട്ട് റോഡ് ബ്ലാക്ക്സ്റ്റൈൻ്റെ മുൻപ് ചെയ്തിട്ടുള്ള ബേബി ഗേൾ എന്ന് പറഞ്ഞ ഷോർട്ട് മൂവിയുടെ അതിനെ ആസ്പദമാക്കിയാണ് ഈ സിനിമ എടുത്തിരിക്കുന്നത്. പക്ഷേ അതുകൊണ്ട് തന്നെ ഒരു ഷോർട്ട് മൂവിക്ക് വേണ്ട കഥാതന്തുവിനെ വലിച്ചു നീട്ടി ഒരു ഫീച്ചർ ഫിലിമാക്കി മാറ്റിയിരിക്കുകയാണ്. പ്രത്യേകിച്ച് നായികയൊക്കെ വീട്ടിൽ നിന്നൊക്കെ രക്ഷപ്പെടുന്ന ശ്രമിക്കുന്ന ആ രംഗങ്ങളുണ്ടല്ലോ, അനാവശ്യമായിട്ട് വലിച്ചങ്ങ് നീട്ടി വച്ചിരിക്കുകയാണ്. പിന്നെ ഈ ഒരു ന്യൂജൻ കാലഘട്ടത്തിൽ സിനിമയ്ക്ക് ആ ഒരു പഴയ ഒരു സ്ലാഷർ ആ ഒരു സാധനം ഉണ്ടല്ലോ, ചിലയിടത്തൊക്കെ ക്ലീഷേ ആദ്യമായിട്ട് കാണുന്നത് കൊണ്ട് ചില സ്ഥലത്തൊക്കെ പുതുമ തോന്നി, പക്ഷെ ചില സ്ഥലത്ത് ഒരു ഇതും തോന്നിയില്ല. പിന്നെ ആ ഒരു ഡോളി എന്ന് പറയുന്ന വില്ലൻ്റെ ആ കാഴ്ചയിൽ ഒരു ഭയാനതയൊക്കെ ഉണ്ട്, ഗംഭീരമാണ്. പക്ഷെ കഥാപാത്രത്തിനെ കുറിച്ച് ഡീറ്റെയിൽ ചെയ്യുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. ഡോളി എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, പിന്നെ ചിലപ്പോൾ എന്തിന് രണ്ടിടത്തെന്തോ ആണ് ഇങ്ങനെ പറയുന്നത്, പക്ഷേ അതിൻ്റെ ആ കഥാപാത്രത്തിൻ്റെ ആ ഒരു ഡെപ്ത് ഗംഭീരമായിട്ട് നമ്മളിലേക്ക് കൺവേ ചെയ്തിട്ടില്ല. പിന്നെ സിനിമ വില്ലനെ കുറിച്ച് കൂടുതൽ നമുക്ക് അറിയാൻ സാധിച്ചിരുന്നെങ്കിൽ സിനിമ വളരെ സീരിയസ് ആകുമായിരുന്നു. പക്ഷെ അങ്ങനെ സീരിയസ് ആക്കിയില്ല എന്നുള്ളതാണ് പ്രശ്നം. എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ പോലെ പിന്നെ അമ്മ നഷ്ടപ്പെട്ടു, അതുകൊണ്ട് തന്നെ തലോലിക്കാൻ വേണ്ടി, അങ്ങനെയുള്ള ഒരു രീതിയിലാണ് തോന്നിയത്. പിന്നെ ഇതിൻ്റെ ബഡ്ജറ്റ് ഇല്ലായ്മയായിട്ട് ചില സ്ഥലങ്ങളിൽ CGI പല സ്ഥലങ്ങളിലും ഫീൽ ചെയ്തു. ചില സ്ഥലങ്ങളിൽ എനിക്ക് തോന്നുന്നത് പിന്നെ ഗ്രീൻ മാറ്റ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. സ്പെഷ്യലി ആ കാട്ടിനകത്തുള്ള കുറേ സാധനങ്ങളിൽ ഗ്രീൻ സ്ക്രീന് വലിയ പ്രശ്നമായിട്ട് കാണുന്നുണ്ട്. കാട്ടിൽ ആ വീട് കാണിക്കുന്ന ആ രംഗങ്ങളിൽ ഗ്രീൻ സ്ക്രീന് വളരെ ഗംഭീരമായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ഒരു റിയലിസ്റ്റിക് ഫീല് നൽകാൻ വേണ്ടി ആ ഒരു പിന്നെ സാധനം നമുക്ക് CGI ഗംഭീരമാക്കാത്തത് കൊണ്ട് ചില സ്ഥലങ്ങളിൽ അങ്ങനെ തോന്നിയിട്ടുണ്ട്. പിന്നെ സിനിമയ്ക്ക് അനാവശ്യമായിട്ട് കുറേ കുത്തി നിറച്ച കുറേ വിഷ്വൽസ് ഉണ്ട്. എനിക്ക് തോന്നുന്നു അംബിക്കോട്ട് സ്കോഡ്സ് കാണിക്കുന്ന ആ രംഗമുണ്ടല്ലോ. പിന്നെ ഈ സിനിമയെ പാർട്ട് ബൈ പാർട്ടായിട്ട് ചാപ്റ്ററൈസ് ചെയ്ത ആ ഒരു സാധനവും ഈ സിനിമയുടെ ആ ഒരു ഒഴുക്കനൊരു ഒരു ഇത് നൽകുന്നില്ല എന്നുള്ളതാണ്. പിന്നെ ഒരു സ്ലാഷർ സിനിമകളിൽ നോർമലായിട്ട് പിന്നെ അക്രമം ഉണ്ടാകും, സ്വാഭാവികമാണ്. ഇതിൽ ചില കഥാപാത്രങ്ങൾ ഏൽപ്പിക്കുന്ന ആ പരിക്ക് വളരെ അതിഗംഭീരമായിട്ട് ഒരു ഭീകരത ഉള്ള ഒരു സാധനമായിട്ട് തോന്നിയിട്ടുണ്ട്. മുറിവേൽക്കുന്ന ആൾക്കാരെ കൊണ്ടല്ലോ, അല്ലെങ്കിൽ താടിയിലൊക്കെ ഇങ്ങനെ പൊട്ടുന്ന ആൾക്കാർ പെട്ടെന്ന് ചാടി എഴുന്നേറ്റു, അവർക്കൊന്നും സംഭവിക്കാത്ത പോലെ അവർ ഗംഭീരമായിട്ട് സംസാരിക്കുന്നു. ആ ഒരു ഇതൊക്കെ ചില അടുത്തൊക്കെ നമുക്ക് ഓക്കെ, ആദ്യം ഇത് കാണുമ്പോൾ പിന്നെയും കാണിക്കുമ്പോൾ ഇത് പിന്നെ പൊട്ടിയിട്ട് ഈ ഭാഗം പൊട്ടിയിട്ട് പിന്നെ അതും പൊക്കി പിടിച്ച് സംസാരിക്കുന്നതൊക്കെ കാണുമ്പോൾ അതൊരു റിയലിസ്റ്റിക് അല്ല എന്ന് എനിക്ക് തോന്നി. പിന്നെ സിനിമയുടെ സീരിയസ്നെസ് ആണോ അതോ ബ്ലാക്ക് കോമഡി ആണോ പിന്നെ എന്ന കാര്യത്തിൽ എനിക്ക് തോന്നുന്നത് സംവിധായകന് ഒരു വ്യക്തത കുറവുണ്ട്. ചില രംഗങ്ങളിൽ തമാശ കലർത്താൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അത് വേണ്ട രീതിയിൽ നമ്മളിലേക്ക് എത്തിക്കുന്നതിൽ
അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷേ ഞാൻ എന്തൊക്കെ പറഞ്ഞാലും നെഗറ്റീവ് ഉണ്ടെങ്കിൽ പോലും ഒരു പിന്നെ പഴയ ഒരു ശൈലിയിലുള്ള ഒരു ഹൊറർ സിനിമ ഇഷ്ടപ്പെടുന്നവർക്ക് ഡോളി ഒരിക്കലും നിരാശയല്ല. ചില പ്രശ്നങ്ങൾ, ലോ ബഡ്ജറ്റ് ആയതുകൊണ്ട് തന്നെ ചില പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഒരു ഹൊറർ സിനിമ ഇഷ്ടപ്പെടുന്നവർക്ക് ഇതൊരു മികച്ച ഒരു അനുഭവമായിരിക്കും. വൺ ടൈം വാച്ചബിൾ എന്ന് മാത്രമേ എനിക്ക് പറയാൻ തോന്നുന്നുള്ളൂ. ഒരു 5-ൽ ഒരു 3 മാർക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു സിനിമയാണ് ഡോളി. താങ്ക് യു.